ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ ചെറിയൊരു ഇടവേള എടുത്തില്ലേ, കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇന്നൊരു ഫുൾ ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. അതിപ്പോൾ രാവിലാണ്. രാവിലത്തെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഞാനും ആച്ചിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് രണ്ടാൾക്കുള്ള ചായയാണ് കാച്ചുന്നത്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പിന് ശേഷം 2 വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് വെച്ചു കേട്ടോ. ഇനി ചായ ഞാനിപ്പോൾ നാട്ടിലാണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണ് കുടിക്കലെന്നുള്ളത് കാണിച്ചു തരട്ടെ സ്ഥലം. ഇപ്പം നമ്മളെ പുതിയ റിനോവേഷൻ കഴിഞ്ഞതാണ് വീടിൻ്റെ. കുറേ ആൾ ചോദിച്ചിരുന്നു പുതിയ വീടാണോ എന്താണെന്നൊക്കെ ഉള്ളത്. പഴയ വീട് തന്നെയാണ്. അത് ഇപ്പം കല്യാണത്തോടനുബന്ധിച്ച് കുറച്ചൊന്ന് റിനോവേഷൻ നടത്തിയതാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അതാ നമ്മൾ എണീച്ചുടനെ ചെയ്യണ പണിയെന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റിങ്ങിൽ അത് കർട്ടനൊന്ന് ഓപ്പൺ ആക്കി വെക്കും കേട്ടോ. നല്ല ഇതാണ്, ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, പിന്നെ സൂര്യപ്രകാശവും ഇതുമെല്ലാം അങ്ങോട്ടേക്ക് കയറും. പിന്നെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്ത് സൈഡിലൊരു കോർട്ട്യാർഡാണ്. അത് തുറന്ന് വെച്ചാൽ നല്ല കാറ്റുമാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാവൽ. ഉള്ളത് പറഞ്ഞാൽ രാവും പകലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ വന്നിരിക്കലാണ്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്തും ഇതാക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ചായക്കാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഫോൺ ചെയ്യാനും എല്ലാം ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെയാണ് യൂസ് ചെയ്യൽ. അതുപോലെ തന്നെ പകൽ നല്ല വെളിച്ചവും ഇതൊക്കെ കയറും. നമുക്ക് എക്സ്ട്രാ ഒരു ലൈറ്റ് ഇടേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ തന്നെ. ഇനിയിപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുക്കർ വെച്ചാണ് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ചധികം ഉള്ളി അരിഞ്ഞിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലൊന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 2 വലിയ സൈസുള്ള ഉള്ളി ഉണ്ടാവും. എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാവണം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തക്കാളി കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 4 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 വലിയ സൈസുള്ള തക്കാളി ഞാനവിടെ അരിഞ്ഞ് വെച്ചാണ്. അപ്പോൾ അതിലൊരു 2 3 പീസ് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് ഒന്ന് വാടി കുഴയുന്ന വരെ ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഞാനിവിടെ എടുത്ത് വെച്ചതാണ്. 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ കയ്യിലുള്ള സ്പൂൺ എന്ന് പറയുന്നത് ചെറിയ ടീസ്പൂണാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി ഒരു 10 സെക്കൻഡ് നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ മല്ലിപ്പൊടിയാണ് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടിയ മുളക് പൊടിയാണ്, അത് ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലൻ്റെ പൊടി അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത്രയും പൊടികളുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളൊന്ന് വാടി വരിക. അപ്പോൾ പൊടി ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ് വേണ്ടത്. അതുപോലെ തന്നെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് കേട്ടോ. ഇതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിള വന്നു കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബീഫ് ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിന് പല പല വേവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എനിക്കിവിടെ ഒരു 4 5 വിസിൽ വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് പാകത്തിലായിട്ട് വരും. അപ്പോൾ ഞാൻ കുക്കർ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 5 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമ്മളിപ്പോൾ വേറൊരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസുള്ള ഉള്ളി മതി കേട്ടോ, കുറഞ്ഞ ഉള്ളി മതി. എന്നിട്ട് ഉള്ളി ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, നല്ല സോഫ്റ്റ് ആകണ വരെ. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 2 3 പീസ് തക്കാളിയും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 2 3 പച്ചമുളകും കേട്ടോ. അത് മൂന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇത്രേ ചേർക്കാൻ പാടുള്ളൂ, ഒരു 2 3 പീസ് മതി. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ എന്ന് പറയുന്നത് ഗരം മസാല ആണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ വേണ്ട പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. പിന്നെ വേണ്ട നല്ല ജീരകത്തിൻ്റെ, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇത്രയേ പൊടികളുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് വാട്ടിയെടുക്കുക. പൊടികളൊരു പച്ചമണക്കൊന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഞാനിവിടെ 1 കിലോ ഇല്ല, ഒരു 3/4 കിലോ ഉണ്ടാവും. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 600 700 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. ഇതങ്ങനെ ഒരുപാട് കട്ടിയുള്ളൊരു കറിയല്ല, അപ്പോൾ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചിക്കൻ വേവുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുക്കറിൽ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ. നമ്മൾ സാധാരണ ചെമ്പിലൊക്കെയാണ് വെക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. കുക്കറായതുകൊണ്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചപ്പാത്തി ഒന്ന് പരത്തുന്നുണ്ട്. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഒരു 2-3 ദിവസത്തേക്കുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ അത് വലുതാക്കി പരത്തിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ ഗീയോ ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. എന്നിട്ട് അത് കുറച്ചൊന്ന് പൊടി അതിൻ്റെ മേലെ തൂവി കൊടുത്തതിന് ശേഷം 4ആയിട്ട് മടക്കുക. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. ഇത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതാ ഇതേപോലെ പരത്തിയതിന് ശേഷം ഇങ്ങനത്തെ ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് വെക്കും. 4 ദിവസം പോകില്ല, ഒരു 3 ദിവസമൊക്കെ ഓക്കെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്കിത് മുറിച്ചിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെ ബീഫും ചിക്കനും ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചതാണ് കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബീഫ് കറി എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ആണപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞിപ്പത്തിരി എന്ന് പറയുന്ന കക്കറോട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കണം ഈ ഒരു കറിയിലേക്ക്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും വലിയ ജീരകം നന്നായിട്ട് അത് രണ്ടും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്തതാണ്. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ആ ഒരു പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ തേങ്ങയൊക്കെ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒന്ന് വെന്ത് വരണം കേട്ടോ. നമ്മൾ പച്ചത്തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തിളപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ആ ഒരു മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ആ ഒരു തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ചിക്കൻ കറി ഞാൻ ഇതേപോലെ തീയൊക്കെ ഓഫാക്കി വെച്ചതാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ ഞാൻ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കോക്കനട്ട് പൗഡർ കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ചോദിച്ചിന് ഇതിങ്ങനെ ഞാൻ ഈ കോക്കനട്ട് പൗഡറാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏതാണ് ബ്രാൻഡ് എവിടുന്നാണ് വാങ്ങിയതൊക്കെ ഉള്ളത്. ഇത് ഞാൻ അവിടുന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. സൗദിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ അവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ശാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ശ്രീലങ്കൻ്റെ. അതാണ് ആ ഒരു പൊടി. അപ്പോൾ അത് നന്നായിട്ട് നല്ല നല്ല കട്ടിക്ക് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ലൂസായിട്ട് തോന്നും. ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ വരും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ പിന്നെ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞാൻ മെനക്കെട്ടിരുന്ന് കുഞ്ഞിപ്പത്തിലൊക്കെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉരുട്ടിയതിൻ്റെ ശേഷം ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പത്തിലൊക്കെ ആണപ്പത്തിരി എന്നാണ് നമ്മളിതിന് പറയുക. അപ്പോൾ അത് അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ആണപ്പത്തിലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആണപ്പത്തിൽ എന്ന് പറയുന്ന ആണം എന്ന് പറയുന്ന തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കാണ് ആണം എന്ന് പറയുന്നത്. അതിലിട്ടിട്ട് ഉണ്ടാക്കുന്ന പത്തിരി ആയതുകൊണ്ടാണ് ആണപ്പത്തിൽ എന്നുള്ള പേര് ഇതിന് വന്നത് കേട്ടോ. അതിന് പല സ്ഥലത്തും പല പേരാണ്. കുഞ്ഞറോട്ടിയെന്നും കക്കറോട്ടിയെന്നും കുഞ്ഞിപ്പത്തിരിയെന്നും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ആണപ്പത്തിലാണ് കുറച്ചും കൂടെ സൂട്ടായിട്ടുള്ളത്. ആണം എന്ന് പറയുന്നത് തേങ്ങ അരച്ച കറി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കറിയിലേക്ക് വെച്ചിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ഒരു 3-4 മിനിറ്റ് നേരം തന്നെങ്കിലും ഇത് നന്നായിട്ട് ഈ ഒരു പത്തിരിയിൽ ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്താണ് ഈ ഒരു പത്തിരി ഒന്ന് സെറ്റായിട്ട് വരിക. ആ ഒരു കറിയിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്താണ് ആ ഒരു എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് കമ്പൈനായിട്ട് വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ബീഫ് വെച്ചിട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ചിക്കൻ വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇവിടെ ബീഫാണ് ഏറ്റവും ഫേവറേറ്റ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുക നമ്മൾ ആ ഒരു മടക്കി വെച്ച ചപ്പാത്തി ഇല്ലേ, രാവിലെ മടക്കി വെച്ച അത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഇതാണ് കേട്ടോ. കാസ്റ്റേണിൻ്റെ പാന് കുറച്ച് പഴക്കമുണ്ട്. കുറേ മുന്നേ ഞാൻ കൊണ്ടുവന്നായിരുന്നു. ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US ബ്രാൻഡിൻ്റെ സാധനമാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇപ്പോൾ കുറേ കാലം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വരുത്തിനും അതിൻ്റെ മുന്നത്തെ വരുത്തിനൊന്നും ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി നല്ല സുഖമാണ് ഇങ്ങനെ ആക്കി വെച്ചാൽ കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങനെ പരത്താൻ വേണ്ടി പറ്റും. സമയമുള്ളപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഒന്നും ആവാണ്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ആവശ്യത്തിനെടുത്ത് മുറിച്ച് നമുക്ക് പരത്തി ചൂടുകയും ചെയ്യാം. അപ്പോൾ അതാ 1 എന്ന് പറയുന്നത് 4ആണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മുറിച്ചതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല നൈസായിട്ട് പരത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ട് പരത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് പുതിയ ആൾക്കാരൊക്കെ വന്ന് അപ്പം ഇഷ്ടങ്ങളൊക്കെ കുറച്ച് മാറാനും തുടങ്ങി കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് നൈസായിട്ടാണ് ഞാനത് പരത്തിയെടുക്കുന്നത്.
ഇനിയിപ്പോൾ അതാ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ 2 ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മുറത്തിൽ ഇങ്ങനെ പരത്തി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഇടയിലിടയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഞാനത് നമുക്ക് ആവശ്യമുള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കല്ല് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്നാലും പ്രയാസമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇത് അങ്ങനെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി സാധനമാണിത്. ഇത്രയും ക്വാളിറ്റി നമുക്ക് വേറെ ബ്രാൻഡിനൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഈ ഒരു ലോഡ്ജ് എന്ന് പറയുന്ന ബ്രാൻഡിന് മാത്രമാണ് ഈ ഒരു ക്വാളിറ്റി ഉള്ളൂ. അപ്പോൾ ദാ അത് ആ ചൂടായതിലേക്ക് ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ അതിൻ്റെ മേലെ എല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളി ബ്രാൻഡാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പൈസയാണ് കേട്ടോ. ഈ ഒരു കല്ല് ഞാൻ കുറേ വർഷം മുന്നേ വാങ്ങിയതാണ്. അന്ന് ഞാൻ 100 റിയാൽ, സൗദി റിയാൽ 100 റിയാൽ കൊടുത്തിട്ടാണ് ഈ ഒരു കല്ല് വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ പല പല ബ്രാൻഡ് നമ്മൾ ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇത്ര പൈസ കൊടുക്കേണ്ടിയില്ല. ഈ മെയ്ഡ് ഇൻ USA ആയതുകൊണ്ടായിരിക്കും ഇത്രയും പൈസ. പക്ഷെ നല്ല സാധനം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഒരുപാട് കാലം ഞാൻ ഉപയോഗിക്കാണ്ടൊക്കെ ഇവിടെ ഇട്ട് പോകുന്നത് കൊണ്ട് ചിലതുണ്ടാവില്ല, നമ്മൾ മാറ്റി പിന്നെ ഒന്ന് മെരുക്കിയൊക്കെ കൊണ്ടുവരണ്ടേ. ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ. നമ്മളെ കൊട്ടിയാടിൻ്റെ രാത്രിക്കത്തെ വ്യൂ ആണിത്. രാത്രി ആയാലും നല്ല ഭംഗി തന്നെയാണ്, പകലായാലും രാത്രി ആയാലും ഒക്കെ നല്ല രസമാണ്. അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും വാം ലൈറ്റാണ് കേട്ടോ. വേറെയും ലൈറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇതേ ഇടലുള്ളൂ, വാമായിട്ടുള്ള. നല്ല രസമാണ്. പിന്നെ പ്രത്യേകിച്ച് മഴയൊക്കെ പുറത്ത് പെയ്യുന്നുണ്ടെങ്കിൽ പറയണ്ട, വാവ് അടിപൊളിയാണ്. ഈ മഴയത്തും നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നാൽ ആ ഒരു മഴ കാണാനും എല്ലാം നല്ല രസമാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു റിനോവേറ്റ് ചെയ്ത സമയത്ത് ഇതൊന്ന് കൂട്ടിയെടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു കോട്ടയാടാണിത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വർക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കുട്ടി വ്ളോഗായിട്ട് എടുത്തതാണ്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അത് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഇത്രയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. വേറെ ഉച്ചക്കത്തെ ചോറ് അതുപോലത്തെ രാവിലത്തേത് അതൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. സ്ഥിരം കാണിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും പിന്നെ ഒരുപാട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയാക്കിയത് കേട്ടോ. ഇതന്നെ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.